ഓണത്തിന് ഒരുക്കാം വിളവിന്റെ വിസ്മയ പദ്ധതിയുടെ പഞ്ചായത്ത് തല നടീൽ ഉദ്ഘാടനം ചെങ്ങോട്ടുകാവിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KN ഭാസ്കരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓണത്തിന് ഒരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ പഞ്ചായത്ത് തല നടീൽ ഉദ്ഘാടനം വാർഡ് 5 നടന്നു. ബാലകൃഷ്ണൻ ഏരിയാരി മീത്തൽ എന്ന കർഷകന്റെ കൃഷിയിടത്തിൽ വെച്ച് നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് KN ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഓരോ വാർഡിൽ നിന്നും 3 കർഷകരെയാണ് നമ്മുടെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന 3 കർഷകരെയാണ് ഇതിന് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഓരോ വാർഡിൽ നിന്നും. അപ്പം 18 വാർഡിൽ നിന്നും ഇതുപോലുള്ള 3 കർഷകരെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നമ്മുടെ ഇതുപോലുള്ള ഒരു കർഷകന്റെ കൃഷി തോട്ടത്തിൽ ഇത് നടക്കുന്നത്. നമ്മുടെ ഈ ഗവൺമെന്റ് തന്നിരിക്കുന്ന തൈകളും അതുപോലെ തന്നെ ബാലകൃഷ്ണൻ ആദ്യമേ കൃഷി ആരംഭിച്ചിട്ടുണ്ട്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. 5ാം വാർഡ് മെമ്പർ ശശികുമാർ സ്വാഗതം പറഞ്ഞു. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓണത്തിന് നമ്മള് നല്ല പച്ചക്കറി എന്നാൽ വിഷരഹിതമായിട്ടുള്ള ജൈവ കൃഷിയിലൂടെ ഉണ്ടാക്കുന്ന പച്ചക്കറി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ചടങ്ങിൽ കൃഷി ഓഫീസർ അഞ്ജന RP പദ്ധതി വിശദീകരിച്ചു. അപ്പോൾ നമ്മുടെ ഓണത്തിന് ഒരുക്കം വിളവിന്റെ വിസ്മയം എന്ന സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിട്ടാണ് നമ്മുടെ കൃഷിമന്ത്രി ഇപ്പോൾ ഈ വർഷം നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പൊ എല്ലാ വർഷവും ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നുള്ള പദ്ധതിയിൽ എല്ലാവർക്കും നമ്മൾ വിത്ത് കൊടുക്കും, തൈ കൊടുക്കും, എല്ലാം ചെയ്യും. പക്ഷെ ഇതിനൊരു കറക്റ്റ് ഒരു ഫോളോ അപ്പ് ഉണ്ടാവാറില്ല. പക്ഷെ ഈ വർഷം നമുക്ക് എല്ലാ വാർഡ് തലത്തിലും എല്ലാ വീടുകളിലും തന്നെ കൃഷി ഇറക്കാൻ നമ്മുടെ അന്യസംസ്ഥാന പച്ചക്കറിയെ ആശ്രയിക്കാതെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് തന്നെ എല്ലാവർക്കും വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക, പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്രാവശ്യ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത്. വാർഡ് വികസന സമിതി കൺവീനർ ജ്യോതി, കർഷകരും നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു. എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരും കൃഷി ചെയ്യാൻ തയ്യാറാവണം. പറമ്പിലാവട്ടെ, മുറ്റത്താവട്ടെ, ടെറസിലാവട്ടെ, മറ്റു ചെടികൾ എവിടെയാവട്ടെ എല്ലാവരും കൃഷി ചെയ്യാൻ തയ്യാറാവണം. അടുത്ത ഭക്ഷ്യക്ഷാമം നമ്മുടെ കൺമുമ്പിൽ എത്തിക്കഴിഞ്ഞു. 1 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കുവാൻ 3000 ലിറ്റർ വെള്ളം ആവശ്യമാണ്. ഇനി അത്രയും വെള്ളം ഉത്തരേന്ത്യൻ നദികളിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ചെറുധാന്യങ്ങളാണ് കൃഷി ചെയ്യാൻ പോകുന്നത്. ചെറുധാന്യങ്ങൾക്ക് പല പ്രത്യേകതകളുമുണ്ട്. ഒന്നാമത്തേത് കുറഞ്ഞ വിള ദൈർഘ്യമേ ഉള്ളൂ. രണ്ടാമത്തേത് കുറഞ്ഞ വെള്ളം മതി. മൂന്നാമത്തേത് ഉയർന്ന താപനിലയിലും. കൃഷി അസിസ്റ്റന്റ് ധന്യ TK നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി.